ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് ഷപ്ന 7. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വരെ പോവാണ്. ഞങ്ങളെന്ന് വെച്ചാൽ അമ്മായിയുണ്ട് കൂടെ. കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്നൊരു കല്യാണമാണ് നാളെ. എൻ്റെ ഫ്രണ്ട് ശ്രീയുടെ കല്യാണമാണ്. അപ്പോൾ പുള്ളിക്കാർ കുറേ നാളിന് മുമ്പായിട്ടേ എന്ന് വരും, ഒരാഴ്ച മുമ്പ് വരുമോ, 4 ദിവസം മുമ്പ് വരുമോ, തലേന്നെങ്കിലും വരുമോ എന്ന് ചോദിച്ച് കുറേ നാളായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ പാവമല്ലേ, പോയേക്കാന്ന് ഞാനും വെച്ചു. അല്ല, ഞങ്ങളും വെച്ചു. എൻ്റെ വല്യമ്മച്ചിയുടെ വീടിൻ്റെ അടുത്ത് തന്നെ അവളുടെ വീടെന്നുള്ളതുകൊണ്ട് ഞങ്ങളെ പറഞ്ഞു വിട്ടിട്ട് അത്താക്ക് വീട്ടിൽ കയറിപ്പാന്നുള്ള രീതിയിൽ അത്തായി നിന്ന് ബോറടിച്ച് തന്നെ മിച്ചം. നിന്ന് ക്ഷമ തെറ്റിയപ്പോഴത്തേനും ഒരു ഓട്ടോ വന്നു. എന്തൊക്കെയായാലും ഒരുങ്ങി ഇറങ്ങി വണ്ടിയൊക്കെ കിട്ടി വന്നപ്പോഴത്തേനും സമയം ഒത്തിരിയായി. ഇതൊന്നും അല്ല, കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ബ്രൈഡിനുള്ള ഗിഫ്റ്റ് വാങ്ങിച്ച് വെച്ചിട്ടില്ല. ഒന്നാമതേ ഇത്രയും സമയമായി. ഇനിയിപ്പോൾ നമ്മൾ പുനലൂർ പോയിട്ട് ഗിഫ്റ്റ് വാങ്ങി വേണം പോകാനായിട്ട്. അപ്പോൾ ഗായ്സ്, നമ്മളിവിടെ പുനലൂർ വന്നിട്ടുണ്ട്. ആ വലിയ ബോർഡ് കണ്ടോ, NK സിൽക്സ്, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ച്. എങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ? അങ്ങനെ ഇതേ നമ്മൾ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു. എങ്കിൽ പിന്നെ ഗിഫ്റ്റാക്കി തന്നെ പാക്ക് ചെയ്തോളാം പറഞ്ഞു. ഗിഫ്റ്റാക്കി പാക്ക് ചെയ്ത് തന്നു. പിന്നെ നമ്മളിവിടെ വന്ന് ഷോപ്പിൽ കയറിയപ്പം 3:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇറങ്ങിയപ്പോൾ 5:30 കഴിഞ്ഞു. പിന്നെ പെട്ടെന്ന് മൂക്കോടെത്തി അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു വല്യമ്മച്ചിയുടെ അങ്ങോട്ട് പോകാനും. അവിടെ പോയിട്ട് വേണമല്ലോ അച്ഛയുടെ അവിടോട്ട് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ വല്യമ്മച്ചിയുടെ വീട്ടിലെത്തി. ബട്ട് ഇവിടെ ആരുമില്ല. അവരൊരു മാരേജ് ഫംഗ്ഷന് പോയേക്കുവാണ്. നമുക്ക് എന്തായാലും അകത്ത് കയറണം. നമ്മളുടെ കയ്യിൽ നാളെ കല്യാണത്തിനുള്ള ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇതകത്തോട്ട് വെച്ചിട്ട് സ്ത്രീക്കുള്ള ഗിഫ്റ്റുമായിട്ട് പോവാം. പിന്നെ എല്ലാം അലഞ്ഞു തിരിഞ്ഞൊരു വഴിയായിരിക്കുകയാണ്. എന്താ ഒരു കോലം. ഇനിയിപ്പോൾ ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതിനുള്ള സമയമേ ഉള്ളൂ. സന്ധ്യ ആയിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ അവളുടെ വീട്ടിലോട്ടുള്ള വഴി മറന്നു ഗൈസ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പോയിട്ടുള്ള രാത്രി ആയതുകൊണ്ട് ഇനി കറക്റ്റായിട്ടുള്ള വഴിയൊന്നും അറിയത്തില്ലായിരുന്നു. എന്തൊക്കെയായാലും തപ്പിത്തടഞ്ഞ് നമ്മൾ അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കറക്റ്റായിട്ട് ഇന്ന് വരുമെന്ന് അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇന്ന് വരാൻ പറ്റില്ല, നാളെ വരാൻ പറ്റുമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയായാലും ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ പിന്നെ കുറേ നാളായിട്ട് ഡെയിലി ഞങ്ങൾ ഒരുപാട് നേരമൊക്കെ സംസാരിച്ച് എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി നാളെ പോവാണല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് സത്യത്തിൽ ആ നിമിഷമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. എന്തൊക്കെയായാലും ആളെപ്പോഴും ഹാപ്പി ആയിരുന്നാൽ മാത്രം മതി. ബിക്കോസ് ഷീ ഈസ് എ പ്യുവർ സോൾ. ഇപ്പോൾ അവൾക്ക് ചെറിയൊരു ടെൻഷനൊക്കെ വന്നിട്ടുണ്ട്. കാരണം പുറത്ത് അവളുടെ ചേട്ടനൊക്കെ വന്നിട്ടുണ്ട് നാളത്തേക്ക് കല്യാണ പെണ്ണിനുള്ള ഡ്രസ്സൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് 2-3 മണിക്കൂർ ശേഷം വല്യമ്മച്ചിയുടെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നാളെ കല്യാണത്തിന് കാണാം.